നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. +2 VHC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 78.69% വിജയം. വിജയശതമാനം കുറഞ്ഞു. 39,242 പേർക്ക് ഫുൾ A+ വിജയം. പീച്ചി ഡാമിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം താനൂർ സ്വദേശിയാണ് മരിച്ചത്. കൊടുംചൂടിന് ആശ്വാസമായി മഴയെത്തിയേക്കും. കേരളത്തിന്റെ വിവിധ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തുടർച്ചയായ രണ്ടാം ദിനവും സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. സ്വർണ്ണവില 53,000-ന് താഴേക്കെത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 2023-24 അക്കാദമിക വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും പ്രഖ്യാപിച്ചു. 78.69% രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ വിജയ ശതമാനം. 3,73,755 പേരാണ് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത്. ഇതിൽ 2,94,888 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കഴിഞ്ഞ വർഷം 82.95% +2 പരീക്ഷയിലെ വിജയം. മുൻവർഷത്തേക്കാൾ വിജയ ശതമാനം ഇത്തവണ കുറഞ്ഞു. 4.26% കുറവാണ് ഇത്തവണയുണ്ടായത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ 16 ദിവസം മുൻപാണ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം മെയ് 25-നാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. VHSE പരീക്ഷയിൽ 71.42% വിജയം. കഴിഞ്ഞ വർഷം 78.39% വിജയം. VHSE പരീക്ഷയുടെ വിജയ ശതമാനവും ഇത്തവണ കുറഞ്ഞു. 6.97% കുറവാണ് ഉണ്ടായത്. ഇത്തവണ സയൻസ് വിഭാഗത്തിൽ 84.84% വിജയം. ഹ്യൂമാനിറ്റീസ് 67.09%, കോമേഴ്സ് 76.11% വിജയം. ഇത്തവണ സയൻസ് വിഭാഗത്തിൽ മാത്രമായി 1,89,411 പേർ പരീക്ഷ എഴുതിയതിൽ 1,60,696 പേരാണ് ഉന്നത പഠനത്തിന് അർഹത നേടിയത്. ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ 76,835 പേർ പരീക്ഷ എഴുതിയതിൽ 51,144 പേർ ഉന്നത പഠനത്തിന് അർഹത നേടി. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എറണാകുളമാണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം നേടിയ ജില്ല. വയനാട് ജില്ലയാണ് ഏറ്റവും കുറവ്. സംസ്ഥാനത്ത് 63 സ്കൂളുകൾ 100% വിജയം നേടി. ഇതിൽ 7 സർക്കാർ സ്കൂളുകളാണ്. എല്ലാ വിഷയത്തിലും A+ നേടിയവരുടെ എണ്ണത്തിലും വർധനവുണ്ടായി. ഇത്തവണ എല്ലാ വിഷയങ്ങളിലും 39,242 പേരാണ് A+ നേടിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5,427 പേരുടെ വർധനവാണ് ഉണ്ടായത്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ തൃശൂർ ജില്ലയിൽ 82.40% വിജയം. ഉപരിപഠനത്തിന് 27,078 വിദ്യാർത്ഥികൾ യോഗ്യത നേടി. പരീക്ഷ എഴുതിയത് 32,862 വിദ്യാർത്ഥികളാണ്. 3,907 പേർക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തൃശൂർ ജില്ലയിൽ 67% വിജയം. പരീക്ഷ എഴുതിയ 31 വിദ്യാർത്ഥികളിൽ 21 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ 39% വിജയം. പരീക്ഷ എഴുതിയ 1,811 വിദ്യാർത്ഥികളിൽ 718 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 29 പേർക്ക് മുഴുവൻ വിഷയങ്ങളിൽ A+ ലഭിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ ജില്ലയ്ക്ക് 77.59% വിജയം. പരീക്ഷ എഴുതിയ 2,405 വിദ്യാർത്ഥികളിൽ 1,866 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യരായി. കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2-ന് 100% വിജയം. പരീക്ഷ എഴുതിയ 60 വിദ്യാർത്ഥികളിൽ 60 പേരും ഉപരിപഠനത്തിന് അർഹരായി. 30 വീതം ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതിയത്. പീച്ചി ഡാമിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം താനൂർ സ്വദേശി 25 വയസ്സുള്ള യഹിയയാണ് ബുധനാഴ്ച വൈകിട്ടോടെ കാണാതായത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ MSc ബോട്ടണി വിദ്യാർത്ഥിയാണ് യഹിയ. സുഹൃത്തുക്കൾക്കൊപ്പം വെള്ളത്തിലിറങ്ങിയ യഹിയയെ കാണാതാകുകയായിരുന്നു. പീച്ചി വനഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിന് എത്തിയതായിരുന്നു യഹിയ.
അപകടത്തിന് പിന്നാലെ തൃശൂർ അഗ്നിരക്ഷാസേന എത്തി തിരച്ചിൽ ആരംഭിച്ചിരുന്നു. എന്നാൽ വെളിച്ചക്കുറവും ചെളിയും കാരണം ബുധനാഴ്ച രാത്രി തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. വ്യാഴാഴ്ച രാവിലെ 7:30ഓടെയാണ് സ്ക്യൂബ ടീം ഉൾപ്പെടെയുള്ളവർ ചേർന്ന് തിരച്ചിൽ പുനരാരംഭിച്ചത്. കാണാതായതിന് സമീപത്ത് നിന്ന് തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മന്ത്രി കെ രാജൻ, തൃശൂർ സിറ്റി ACP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. അരളിപ്പൂവിൽ നിന്നുള്ള വിഷമേറ്റ് യുവതി മരിച്ചുവെന്ന സംശയം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ നിർണായക തീരുമാനവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇനി മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് ഒഴിവാക്കാനാണ് തീരുമാനം. പൂജയ്ക്ക് ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ല, എന്നാൽ നിവേദ്യ സമർപ്പണം, അർച്ചന, പ്രസാദം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കില്ല. തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്താണ് ഇക്കാര്യം അറിയിച്ചത്. അരളിക്ക് പകരം പിച്ചിയും തുളസിയുമെല്ലാം ഉപയോഗിക്കും. സമൂഹത്തിൽ നിലവിൽ ആകെ പടർന്നിട്ടുള്ള ആശങ്ക പരിഗണിച്ചാണ് ശ്രദ്ധേയമായ തീരുമാനം. ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി സൂര്യ സുരേന്ദ്രന്റെ മരണത്തിന് പിന്നാലെയാണ് അരളിപ്പൂവിലെ വിഷം വലിയ ചർച്ചയായത്. ഫോൺ ചെയ്യുന്നതിനിടെ മുറ്റത്തുള്ള അരളിച്ചെടിയിൽ നിന്ന് പൂവോ ഇലയോ മറ്റോ ഇവർ അബദ്ധത്തിൽ കഴിച്ചു. ഇതോടെയാണ് മരണം സംഭവിച്ചതെന്നാണ് സംശയം. എന്നാൽ ഇത് സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധനയുടെ ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എങ്കിലും സൂര്യയുടെ മരണത്തോടെ അരളിപ്പൂവ് വിഷമാണ് എന്ന നിലയിലുള്ള പ്രചാരണം ശക്തമായി. ഇതോടെ ആളുകളിൽ ആശങ്കയും പടർന്നു. ഇതിനുശേഷം പത്തനംതിട്ടയിൽ പശുവും കിടാവും ചത്തതിന് പിന്നിലും അരളിപ്പൂവാണ് കാരണമെന്ന സംശയവും ഉയർന്നു വന്നു. കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷം ഞായറാഴ്ച വൈകിട്ട് 5-ന് നടക്കും. കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന പരിപാടി KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി ശശി അയ്യഞ്ചിറ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വാദ്യമേള, ഘോഷയാത്ര, കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരിക്കും. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കൊടും ചൂടിന് ആശ്വാസമായി മഴ. കേരളത്തിന്റെ വിവിധ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മൺസൂൺ കൃത്യസമയത്ത് തന്നെ എത്തുമെന്നും എന്നാലും മെയ് 15-ന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടിമിന്നലോടെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം. അക്ഷയ തൃതീയ നാളായ വെള്ളിയാഴ്ച റയാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരന്തരപ്പള്ളി പൗണ്ട് സെന്ററിൽ ആരംഭിക്കുന്നു. രാവിലെ 11-നാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക. ഉദ്ഘാടന ദിവസം മുതൽ 1 മാസം വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ ലഭിക്കും. 6 മാസം വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുത്ത് കിട്ടുന്ന ഒരു ഫാമിലിക്ക് മെഗാ പ്രൈസായി തായ്ലൻഡ് ട്രിപ്പും ഓഫറുണ്ട്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറലിന്റെ ബാഡ്ജ് ഓഫ് ഓണർ 2024 അവാർഡിന് അർഹരായി തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിലെ 2 ഉദ്യോഗസ്ഥർ. സ്റ്റേഷൻ ഓഫീസർ KU വിജയകൃഷ്ണ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PK പ്രജീഷ് എന്നിവരാണ് അവാർഡിന് അർഹരായത്. പറപ്പൂക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി ഉത്സവം 13-ന് ആഘോഷിക്കും. ഷഷ്ടി ദിവസമായ തിങ്കളാഴ്ച രാവിലെ 5-ന് നട തുറക്കൽ, 6:30-ന് ഷഷ്ടി പൂജകൾ, 7-ന് ഭാഗവത പാരായണം, 8:30-ന് ഭക്തിഗാനമേള, ഉച്ചയ്ക്ക് 1 മുതൽ 2:45-ന് വിവിധ ദേശക്കാരുടെ കാവടി എഴുന്നള്ളിപ്പും അഭിഷേകവും, വൈകിട്ട് 5-ന് നാദസ്വര കച്ചേരി, 6:30-ന് ഭക്തി പ്രഭാഷണം, രാത്രി 8:30-ന് ബാലെ, രാത്രി 1:15 മുതൽ 3 വരെ വിവിധ ദേശക്കാരുടെ കാവടിയും അഭിഷേകവും. നെല്ലായി മഹാമുനിമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ മാസം 12 മുതൽ 19 വരെ ഭാഗവത സപ്താഹം നടക്കും. NK രാജം തിരുവല്ല, സുവർണിനി ദേവി തിരുവല്ല എന്നിവരുടെ നേതൃത്വത്തിലാണ് സപ്താഹം നടക്കുന്നത്. മളവാഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ശനിയാഴ്ചയും മഹോത്സവം ഞായറാഴ്ചയും ആഘോഷിക്കും. ശനിയാഴ്ച രാവിലെ 5:30-ന് ഗണപതി ഹോമം, 6:30-ന് സഹസ്ര കുംഭാഭിഷേകം, 9-ന് പഞ്ചവിശ്വതി പഞ്ചഗവ്യം, ഉച്ചയ്ക്ക് 12-ന് അന്നദാനം, വൈകിട്ട് കരാക്കെ ഗാനമേള. ഞായറാഴ്ച മഹോത്സവ ദിനത്തിൽ രാവിലെ 9-ന് പകൽപൂരവും, രാവിലെ 10-ന് നവകം, പഞ്ചഗവ്യം, വൈകുന്നേരം 4-ന് ഉച്ചശീവേലിയും നടക്കും. കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാ ദിനവും പൊങ്കാല സമർപ്പണവും വെള്ളിയാഴ്ച നടക്കും. 8:30-ന് പൊങ്കാല സമർപ്പണം, 9:30-ന് ശീവേലി എഴുന്നള്ളിപ്പ്, 10:30 മുതൽ 1:30 വരെ പ്രസാദ ഊട്ട് എന്നിവയാണ് ചടങ്ങുകൾ. പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9961485550 9847302079 എന്ന നമ്പറുകൾ വിളിക്കുക. 24 വർഷമായി ആമ്പലൂരിൽ പ്രവർത്തിച്ചു വരുന്ന ബെസ്റ്റ് ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റിന്റെ 1-ാം നിലയിൽ
A1 തിരുപ്പൂർ കളക്ഷൻസ് എന്ന പേരിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഇന്നർവെയർ, റെഡിമെയ്ഡ് തുണിത്തരങ്ങളുമായി വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ ആരംഭിക്കുന്നു. തിരുപ്പൂർ ഐറ്റംസ് ഒരു വിഭാഗം കിലോ 850 രൂപ ലഭ്യമാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. തുടർച്ചയായ രണ്ടാം ദിനമാണ് സ്വർണ്ണവില കുറയുന്നത്. ഒരു പവൻ സ്വർണത്തിന് 80 രൂപ കുറഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ചയും 80 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില 53,000-ന് താഴേക്കെത്തി. ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 52,920 രൂപയാണ്. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ബുധനാഴ്ച സ്വർണ്ണവില കുറഞ്ഞത്. സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് സ്വർണ്ണാഭരണ ഉപഭോക്താക്കൾക്ക് ആശ്വാസമാണ്. വെള്ളിയാഴ്ച അക്ഷയ തൃതീയ ആയതിനാൽ വില കുറയുന്നത് ഉപഭോക്താക്കളിൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. ഇനി തൊഴിൽ വാർത്തകളും അറിയിപ്പുകളുമായി അവസരജാലകം. നമസ്കാരം, അവസരജാലകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് എന്തൊക്കെ അറിയിപ്പുകളും അവസരങ്ങളുമാണ് എന്ന് നമുക്ക് നോക്കാം. ബജാജ് ഫിനാൻസിന്റെ ചില ബ്രാഞ്ചുകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു. കളക്ഷൻ ഏജൻസിയിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുള്ളത്. ആമ്പല്ലൂർ, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, കൊടകര എന്നീ പ്രദേശവാസികൾക്കാണ് മുൻഗണന ഉണ്ടായിരിക്കുക. +2-ന് മുകളിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് +2 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ നൽകിയിരിക്കുന്നു. 9633365519. മറ്റൊരു നമ്പർ 7012598364. ചെങ്ങാലൂരിൽ ജോലി ഒഴിവുകളുണ്ട് എന്നറിയിച്ചിരിക്കുന്നു. ചെങ്ങാലൂരിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ എക്കോ പ്രോഡക്ട്സ് നിർമ്മാണ യൂണിറ്റിലേക്ക് SSLC കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. മുൻ പരിചയം ആവശ്യമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രായപരിധി 25 വയസ്സിനും 55 വയസ്സിനും മധ്യയാണ്. സ്ത്രീകൾക്കും അവസരമുണ്ടായിരിക്കും. 6 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർക്കാണ് മുൻഗണന. ചെങ്ങാലൂർ പരിസര പ്രദേശങ്ങളിൽ ഉള്ളവർക്കായിരിക്കും കൂടുതൽ മുൻഗണന ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് വിളിക്കുക. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയുള്ള സമയത്തിനകത്ത് മാത്രം വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് 7907565561. സൂപ്പർവൈസറെ ആവശ്യമുണ്ട് എന്നറിയിച്ചിരിക്കുന്നു. ഇന്റീരിയർ, സിവിൽ വർക്ക് എന്നീ മേഖലകളിൽ സൈറ്റ് സൂപ്പർവൈസേഴ്സിനെയാണ് ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത്. 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് മുൻഗണന ലഭിക്കുക. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഭാഷാ പ്രാവീണ്യം ഉണ്ടായിരിക്കണമെന്നും അറിയിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നൽകിയിട്ടുള്ള ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 9046511338. മറ്റൊരു നമ്പർ 7356377878. തൃശ്ശൂരിലെ ഒരു ഗൃഹോപകരണ സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടന്റ് കം സെയിൽസ്മാൻ, മെക്കാനിക് എന്നീ തസ്തികകളിൽ വ്യക്തികളെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നൽകിയിട്ടുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 7905434021. ഇത്രയുമാണ് ഇന്നത്തെ അവസരജാലകത്തിലെ അറിയിപ്പുകളും അവസരങ്ങളും. കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6615 രൂപയും പവന് 52,920 രൂപയും രേഖപ്പെടുത്തി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് ചെറുമ്മൽ തീതായി ദേവസിക്കുട്ടി ഭാര്യ റോസി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. ഓമന, ബാബു, ബീന, ഷീന, ജോർജ്, ലാജു എന്നിവർ മക്കളും സണ്ണി, ലിസി, പോൾസൺ, ഷാജൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. +2 VHC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 78.69% വിജയം. വിജയശതമാനം കുറഞ്ഞു. 39,242 പേർക്ക് ഫുൾ A+ വിജയം. പീച്ചി ഡാമിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം താനൂർ സ്വദേശിയാണ് മരിച്ചത്. കൊടുംചൂടിന് ആശ്വാസമായി മഴയെത്തിയേക്കും. കേരളത്തിന്റെ വിവിധ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തുടർച്ചയായ രണ്ടാം ദിനവും സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. സ്വർണ്ണവില 53,000-ന് താഴേക്കെത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.
പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.